ചെയ്യുന്നത് Karthik and Kailas, who are the CEO and CTO of Finite Intelligence Robotic Solutions LLP. അപ്പൊ എന്താണ് ഫൈനൈറ്റ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് അറിയാത്ത എന്താണ് ഈ ഫൈനൈറ്റ് ഇന്റലിജൻസ് ഒന്നും അറിയാത്ത ഒരാൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് എന്ന് പറയും. ഫൈനൈറ്റ് ഇന്റലിജൻസ് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ കേരളത്തിൽ കുറെ സ്റ്റാർട്ടപ്പ് തുടങ്ങി അറിയാലോ. എത്രയോ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് ഫ്ലോപ്പ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെച്ചാല് ആ ഒരു ഫ്ലോപ്പ് എന്നുള്ള സംഭവം നമ്മളെ മുന്നിലില്ല. നമ്മള് കോളേജിൽ ഇപ്പൊ കോളേജ് നോക്കണ്ട, ഇപ്പൊ കേരളത്തിൽ നോക്കി കഴിഞ്ഞാൽ കുറെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഇവിടെ ഒന്നും പ്ലേസ്മെന്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. കുട്ടിക്ക് എന്ന് വെച്ചാല് നമ്മള് കേരളത്തിലൊരു നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അതുപോലെ തന്നെ കേരളത്തിലുള്ള ആൾക്കാർക്ക് കേരളത്തിൽ ഡെവലപ്പ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച കേരളത്തിൽ കുറെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് നമുക്ക് ചെയ്തു കൊണ്ടുവരണം. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഇപ്പൊ കുട്ടികൾക്ക് റോബോട്ടിക് ട്രെയിനിങ്, ഓട്ടോമേഷൻ ട്രെയിനിങ്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മള് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാന്നുള്ള പ്ലാനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഫൈനൈറ്റ് ഇന്റലിജൻസ്. അപ്പോ നിങ്ങളിത് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വന്നത്? എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? ഡിപ്ലോമ ജോയിൻ ചെയ്ത ടൈമിലാണ്. അപ്പം ഏകദേശം 1 year കഴിഞ്ഞിട്ടുണ്ടാവും ഇത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊരു 2022-23 ആ ടൈമിന് നമ്മള് റോഷിദ് സാർ അറിയാലോ, നമ്മളെ ഈസിയിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ സാറായിട്ട് ജസ്റ്റ് പ്ലാൻ ചെയ്തപ്പോ സാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സാറ് കുറെ ആയിട്ട് ആലോചിക്കുന്നുണ്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, അപ്പൊ നമുക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിചാരിച്ചിട്ടുണ്ട് സാറ് മനസ്സിലുണ്ട്, പക്ഷെ നല്ലൊരു ടീമില്ല. അപ്പൊ നിങ്ങൾ സാറിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യണോ, സാറ് നിങ്ങളെ രണ്ടാളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തത്? ബേസിക്കലി എങ്ങനെയാ വെച്ചാല് നമ്മള് പഠിക്കാന്നുള്ള മൈൻഡ് കുറവാണെങ്കിലും ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള മൈൻഡിൽ ഇവിടെ എത്തിയതാണ് ഞാന്. അവന്ന് പറഞ്ഞു കഴിഞ്ഞാല് +2 കഴിഞ്ഞ് അപ്പൊ അങ്ങനെ റോഷിയാറടുത്ത് സംസാരിച്ചപ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്, സാർക്കും അതേ സെയിം ഐഡിയാസ് ഉണ്ട്. സോ ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാന്നുള്ള മൈൻഡ് രണ്ടാക്കും വന്നപ്പോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങൾ രണ്ടാളും പ്ലാൻ ചെയ്ത് അങ്ങനെ പിന്നെ കൈലാസം വന്ന് അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടെ പ്ലാൻ ചെയ്ത് പിന്നെ ഡിപ്ലോമയിലുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു നമ്മളെ ടീമില്. പിന്നെ അവര് കഴിഞ്ഞതിന് ശേഷം കുറെ ആൾക്കാർ പോയി. ഞാൻ വന്നിട്ട് ഒരു 1 year TVS വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ വന്നിട്ട് വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 year ശേഷം റോഷിദ് സാറ് തിരിച്ചു വരാൻ പറഞ്ഞു, ഇത് ഒന്നുകൂടെ LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നാണ് നമ്മൾ രണ്ടും. അപ്പൊ സാറിന്റെ ഐഡിയ ഈ LLP രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നത്? പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി ടീമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവർക്കും ജോലി കിട്ടി, പിന്നെ അതിന്റേതായ തിരക്കായി. പിന്നെ പെട്ടെന്ന് ബിടെക് എടുക്കാന്ന് പറഞ്ഞപ്പോ സാറ് ഉള്ളതിനെ കൊണ്ട് മെന്ററിംഗ് കാര്യങ്ങളും സാറ് നല്ല മെന്ററിംഗ് ആണ്. ഇപ്പം വേറൊരു കോളേജിൽ പോയാലും ഇതേപോലത്തെ മെന്ററിംഗ് കാര്യങ്ങളും കിട്ടൂല. അതുകൊണ്ട് പിന്നെയും ഇവിടെ തന്നെ റീജോയിൻ ചെയ്ത് പിന്നെ അവരെ അങ്ങനെ ഞങ്ങൾ വിളിച്ചു വരുത്തി. അങ്ങനെ തിരിച്ചതിലേക്ക് പിന്നെയും എഴുതാനായി പിന്നെ കമ്പനി ആയിട്ട് തന്നെ തുടങ്ങാന്നുള്ള രീതിയിൽ ഇപ്പം ബിടെക് കഴിഞ്ഞാലും ഈ ഒരു കമ്പനി തന്നെ മുന്നോട്ട് പോകാന്നുള്ള രീതിയിൽ LLP ആയിട്ട് രജിസ്റ്റർ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ ഈ LLPക്ക് രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ ചെയ്തത്? അതിന് നമുക്കിപ്പോ ഒരുപാട് കാര്യങ്ങൾ അറിയില്ലല്ലോ, നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇല്ല LLP എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളല്ല രജിസ്ട്രേഷൻ ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അത് കുറെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളുണ്ട്. സോ നമ്മളൊരു പുറത്തുള്ള മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്, CA ടീമുണ്ട്. അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമ്മളെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോ ലൊക്കേഷൻ കൊടുത്തത് എന്റെ വീടിന്റെ അടുത്തൊരു ഞങ്ങളൊരു റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ ലൊക്കേഷൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തത് LLP ആയിട്ട്. പിന്നെ ഞാൻ റോഷിദ് സാറ് കൈലാസ് ഞങ്ങളെ 3 പേരില് പാർട്ട്ണർഷിപ്പിലാണ് നമ്മളിപ്പോ ഓൾറെഡി രജിസ്റ്റർ ചെയ്തത്. രജിസ്ട്രേഷൻ പറഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് ഫീസ് വരുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാല് നമ്മളിപ്പോ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റാർട്ടപ്പ് തുടങ്ങാം. അപ്പം എല്ലാവർക്കും തുടങ്ങാൻ പറ്റട്ടെ എന്ന് പറയും. നിങ്ങളെ ഈ കമ്പനിയിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാ നടത്തുന്നത്? ലൈക്ക് ഇന്റേൺഷിപ്പ്, വർക്ക്ഷോപ്സ്, അങ്ങനെ എന്തൊക്കെ പരിപാടികളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടുപോകുന്നത്? ഇപ്പം മെയിൻ ആയിട്ട് വർക്ക്ഷോപ്പ് ഇന്റേൺഷിപ്പ് മെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ടീം കാര്യങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓരോ R&D ടീം, അതേപോലെ തന്നെ ഒരു കമ്പനി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അതേ രീതി തന്നെ അപ്പം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഓരോ വർഷം ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ സ്റ്റാർട്ടിങ്. ഇപ്പം അടുത്തൊരു കൊണ്ടാകുമ്പോഴത്തേക്കും ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പുതിയ നമ്മളതായ രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുന്ന ഒരു ബോർഡോ അങ്ങനെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഡെവലപ്മെന്റ് ബോർഡോ കാര്യങ്ങൾ അതിന്റെ പ്രൊഡക്റ്റോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്താക്കുന്ന വിചാരിക്കും. ഓൾറെഡി നമ്മളിപ്പോ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഈസി മാത്രമല്ല നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ നമ്മൾ ഈസി നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള സ്റ്റുഡൻസ് ആണ് ഉണ്ടാവുക. CS നോക്കി കഴിഞ്ഞാൽ ആ ലെവലില്. സോ നമ്മളെല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്കം എങ്ങനെ ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനായിട്ട് എല്ലാ സൈഡിൽ നിന്നും ഇന്റർവ്യൂസ് എടുത്തിട്ട് കുറെ കുട്ടികളപ്പോ
ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ നന്നായിട്ട് തന്നെ ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ കോമൺ ആയിട്ടുള്ള തെറ്റുകാരനാണ് ഈ സി ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഒതുങ്ങി കൂടിയതാണോ എന്നുള്ളത്. അല്ല, അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്. എല്ലാ സ്റ്റുഡൻസും ഉണ്ട്. ഇതിപ്പോ മെയിൻ ആയിട്ട് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമേ ഇപ്പൊ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അവർക്ക് അവരുടെ സ്കിൽസ് കാര്യങ്ങൾ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ അവർക്ക് ഇപ്പൊ എന്താ സ്കിൽസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വേറെ അവരുടെ ടീച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതേപോലെ തന്നെ ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ അവർക്കായിട്ട് പല പല സ്കിൽസ് കാര്യങ്ങൾ ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ട്. അപ്പം ചില ആൾക്കാർക്ക് ഡിസൈനിങ്ങിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് തന്നെ അവർക്കൊരു വേറൊരാൾക്ക് ടീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കുന്ന ഒരു ഇതാക്കുന്നുണ്ട്. അതേപോലെ ഇപ്പൊ അവരെ കൊണ്ട് തന്നെയാണ് വർക്ക്ഷോപ്പ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യിക്കുന്നതും. അവരുടെ സ്കില്ലിൽ ഇപ്പം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി പഠിക്കാനും പിന്നെ അവർക്ക് കുറച്ചും കൂടി ഒരു ഇത് ഉണ്ടാവും ഇതിനകത്തേക്ക് വരുമ്പോൾ. അങ്ങനത്തെ ഒരു രീതി ആ ഒരു രീതിയിലൊപ്പം മുന്നോട്ട് മെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നിങ്ങളെ വർക്ക്ഷോപ്പ് പറഞ്ഞില്ലേ, ഇപ്പൊ റോബോട്ടിക്സ് ആണല്ലോ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന വർക്ക്ഷോപ്പ്. ഞങ്ങളിപ്പോ തേർഡ് ഇയർ ആയി. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ വന്നപ്പോ നമ്മളുടെ ക്ലാസ്സിൽ ഒരുപാട് പേര് റോബോട്ടിക്സ് വർക്ക്ഷോപ്പിന് പോയിട്ടുണ്ട്. എല്ലാരും ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞിട്ട് റിവ്യൂ പറഞ്ഞത്. അപ്പോ നിങ്ങൾ തന്നെയാണോ റോബോട്ടിക്സ് പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ തന്നെയാണ് റോബോട്ടിക്സ് പഠിക്കുന്നത്. സാറാണ് മെയിൻ ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളും എടുക്കുക. ഞങ്ങൾ മെന്റേഴ്സ് കാര്യങ്ങൾ ഇപ്പം ഞങ്ങളെ മെയിൻ സക്സസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോ ഗ്രൂപ്പിനും ഓരോ മെന്റേഴ്സ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഞങ്ങളെ വർക്ക്ഷോപ്പ് ആയാലും അതായത് സക്സസ് ആവാൻ മെയിൻ കാരണം. നമ്മളിപ്പോ ടീം ഇടുകയാണെങ്കിൽ ഇപ്പം ഒരു 40 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ് എന്ന് വെച്ചോ ഓരോരുത്തരുടെ ടീമായിട്ട് തിരിക്കും. ഓരോ ടീമിനും കമ്പോണൻസ് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ടോട്ടലി ഒരു തിയറിറ്റിക്കൽ ക്ലാസ് എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും ആ രീതിയിൽ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. റോഷി സാർ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ജസ്റ്റ് ബേസിക് പ്രോഗ്രാംസ് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ കുട്ടികൾ തന്നെ അതിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് അവരെന്നെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങും. ഒരു ഫൈനൽ ക്ലാസ് എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്വന്തമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ രീതിയിലേക്ക് കുട്ടികൾ ഔട്ട്പുട്ട് വരാറുണ്ട്. കൂടുതൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ കോളേജിൽ നിന്നല്ല നമ്മളെടുത്ത സ്കൂൾസിലായാലും കുട്ടികളെ ഔട്ട്പുട്ട് അങ്ങനെ തന്നെ കിട്ടിയിട്ടില്ല. അപ്പോ ഇതിന്റെ ഈ റോ മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ, നമ്മളിപ്പോ വർക്ക്ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ റോ മെറ്റീരിയൽസ് ചെയ്യുന്നത് ഇതിനുള്ള ഫണ്ടൊക്കെ എങ്ങനെയാ കോളേജ് പ്രൊവൈഡ് ചെയ്യണോ നിങ്ങളെ കയ്യിൽ നിൽക്കണോ എങ്ങനെയാണ്? ഇത് ബേസിക്കലി ഫസ്റ്റ് വന്നിട്ട് നമ്മൾ കോളേജിൽ നിന്ന് കുറച്ച് കമ്പോണൻസ് എടുത്ത് പിന്നെ ആ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞാൽ അറിയാലോ നമുക്ക് അതിന്റേതായ കുറച്ച് ഇൻകംസ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോ ഇതായിട്ട് നമ്മൾ തന്നെ വാങ്ങി കുറെ കമ്പോണൻസ് ഇപ്പൊ വാങ്ങി. ഇനിയിപ്പോ കുറെ സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഓൺ ദ വേ ആണ്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ റാസ്ബെറി പൈ അതുപോലത്തെ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലേക്ക് AI ലെവലിലേക്കുള്ള ക്ലാസ്സസ് കാര്യങ്ങൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ആ സംഭവത്തിലേക്ക് ഓർഡർ ചെയ്ത്. എല്ലാവരും അധികം ESP32 ആർക്കും ആ ഒരു രീതിയിലാണ് എപ്പോഴും നിൽക്കുന്നത്. അപ്പൊ അധികം പുതിയ ബോർഡ് വന്നതും കാര്യങ്ങളും അറിയില്ല. പിന്നെ എന്തൊക്കെയാണ് ഈ ബോർഡിന്റെ ഗുണങ്ങൾ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം മൊത്തത്തില് എല്ലാ ബോർഡും കൂടി വെച്ചിട്ട് അവർക്കും എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ ക്ലാസ് നോക്കുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി പഠിക്കാൻ പറ്റിയില്ലേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ റോഷിദ് സാറാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ സാറ് സപ്പോർട്ട് ചെയ്താലും ഒരുപാട് പിയർ പ്രഷർ അല്ലാണ്ട് ഒരുപാട് പ്രഷേഴ്സ് നമ്മളിപ്പോ പഠിക്കാൻ വന്ന പിള്ളേരാണല്ലോ, എക്സാമിന്റെ സ്ട്രെസ് അങ്ങനെ അതിന്റെ ഇടയിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റിയത്? അതാണ് നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ നമ്മള് ബിടെക് എടുക്കാൻ പ്ലാനേ ഇല്ലേനു. നമ്മൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് കൊണ്ടുപോകുന്ന ഒറ്റ പ്ലാനിലാണ് ബിടെക് എടുത്തത് തന്നെ. അപ്പൊ പിന്നെ അതിന്റെ കൂടെ ഒരു സർട്ടിഫിക്കേഷൻ കൂടെ ആയല്ലോ എന്നുള്ള മൈൻഡിലാണ് ബിടെക് പഠിക്കുന്നത്. പിന്നെ ഇപ്പൊ കമ്പനിയുള്ള ബാക്കി കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മള് അവർക്ക് പഠിക്കാനുള്ള ഇത് കൊടുക്കുന്നുണ്ട്. വെച്ചാല് അവര് പഠിക്കുന്ന ടൈമിന് പഠിക്കും. ഞങ്ങൾ ആ സമയത്ത് എന്ത് വർക്ക് വേണമെങ്കിൽ നമ്മൾ ക്ലാസ് കട്ട് ചെയ്തിറങ്ങിയിട്ടാണെങ്കിലും നമ്മൾ വർക്ക് നല്ലപോലെ കൊണ്ടുപോകും. അതുകൂടെ തന്നെ എക്സാം ആകുമ്പോൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് സപ്ലി ഇല്ലാത്ത രീതിയിൽ ക്ലിയർ ചെയ്തിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതൊരു ലെവലില് പോകുന്നുണ്ട്. പിന്നെ നിങ്ങളിപ്പോ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്തില്ല? ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളൊരു ഇന്റേൺഷിപ്പ് ചെയ്തു, അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു? കാരണം വെച്ചാൽ അതിനകത്ത് ഇപ്പം കൂടുതൽ ആൾക്കാർ മുന്നേ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് മന്ത് തന്നെയാണല്ലോ ഞങ്ങൾ വെച്ചത്. അപ്പം ആ ഒരു ഇന്റേൺഷിപ്പും കൂടി ആഡ് ചെയ്തിട്ട് അക്കൗണ്ട് കുറച്ച് കൂട്ടാൻ വേണ്ടിട്ട് അങ്ങനെ വന്നവരുണ്ട്. അപ്പൊ അവരെന്താ പറയുന്നത് വെച്ചാൽ അവരെ പോയപ്പോൾ അവർക്ക് ബേസിക്സ് കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിച്ചപ്പം ജസ്റ്റ് എന്താ ആടണമെന്നും അതിന്റെ പിൻസ് കാര്യങ്ങൾ അങ്ങനെയാണ് അവർക്ക് പഠിപ്പിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് ഏതൊക്കെ ചെയ്യാൻ പറ്റുന്ന അവർക്ക് ഒരു കോൺഫിഡൻസ് വന്നത് ഈ ഒരു ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തതിന്റെ. അത് മാത്രമല്ല നിങ്ങൾ ഭയങ്കര ലോ കോസ്റ്റിൽ വെച്ചിട്ടാണ്. അപ്പൊ ഒരുപാട് പേർക്ക് ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യേണ്ടവർക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടി. കമ്പനി രജിസ്ട്രേഷൻ ആദ്യത്തെ ഇന്റേൺഷിപ്പ് അതിനെക്കൊണ്ടാണ് ആ ഒരു ലോ കോസ്റ്റിൽ അഫോർഡബിൾ ആയിട്ട് ചെയ്യാനും പറ്റണം. കുട്ടികളെ അറിഞ്ഞു വരണല്ലോ. നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു വരാം. പിന്നെ അതുമാതിരി തന്നെ നമ്മള് രജിസ്ട്രേഷൻ ചെയ്തതിന്റെ ഇതിൽ ഒരു ഓഫർ പ്രൈസ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ലെവലിൽ കൊടുത്തതാണ്. ഇനി നമുക്ക് എന്തായാലും കുറച്ചുകൂടെ എമൗണ്ട് ഒക്കെ കൂടും.
അതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ വെച്ചാൽ കുറെ പ്രൊഡക്റ്റ് പുതിയ ഓർഡർ ചെയ്ത കാര്യങ്ങള് അതേപോലത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് വെച്ചിട്ട് അവർക്ക് ഇപ്പൊ 5 സ്റ്റുഡൻസിന്റെ ടീമായിട്ട് തിരിച്ചാണെങ്കിൽ നമ്മളിപ്പോ അത് 3 സ്റ്റുഡൻസിന് ഒറ്റ ബോർഡ് അങ്ങനെ രീതിയിൽ നമ്മൾ ഓരോരുത്തർക്ക് ഓരോ 3 സ്റ്റുഡൻസിനും ഒരു മെന്റർ എന്നുള്ള രീതിയിൽ കൊടുക്കും. അപ്പൊ ആ രീതിയിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അതിന് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ വർക്ക്ഷോപ്പും ഇങ്ങനത്തെ സംഭവം ക്ലാസ്സും ഒക്കെ കോളേജിൽ മാത്രമല്ലല്ലോ, പുറത്ത് നടത്തുന്നുണ്ടല്ലോ. എവിടെയൊക്കെയാ സ്കൂളിൽ കോളേജ് എവിടേക്കൊക്കെയാ പോയിട്ടുള്ളത്? നമ്മളിപ്പോ വന്നിട്ട് തൃശ്ശൂര്, അതുപോലെ തന്നെ കോഴിക്കോട്, ഒളവണ്ണ ആ സൈഡിലൊക്കെ കുറെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അറൌണ്ട് ഒരു 30+ സ്കൂള് കോളേജ് നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്ത് കഴിഞ്ഞു. അവിടെ നിന്നൊക്കെ കിട്ടിയ നല്ല ഗ്രേറ്റ് സപ്പോർട്ടാണ് ഓരോ സൈഡിൽ. ഇൻസ്റ്റാഗ്രാം പേജ് കാണുമ്പോൾ ഭയങ്കര നല്ല അവർക്ക് ഇനിയും ക്ലാസ് വേണം. അവർക്ക് കോളേജിൽ ലാബ് സെറ്റപ്പ് ഉണ്ട്, പക്ഷെ ടീച്ചേഴ്സിന് അറിയില്ല. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു ഗവൺമെന്റ് സ്കൂളിലൊക്കെ അറിയാലോ കൈറ്റിന്റെ അതുപോലത്തെ സെറ്റപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും യൂസ് ചെയ്യാത്ത രീതിയിൽ കിടക്കാം. നമ്മളെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാല് ഈ സംഭവം ഒന്ന് ആക്റ്റീവാക്കി കൊണ്ടുവരിക എന്നുള്ള നമ്മൾ അതായിരുന്നു മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത്. ഇപ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് ലെവലിലേക്ക് വന്നത്. അപ്പൊ നമ്മൾ ആ രീതിയിലേക്ക് പോയപ്പോ കുറെ സ്കൂളത്തെ സാറുമാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവർ കോൺടാക്ട് ചെയ്യാം, ഒന്ന് വന്നിട്ട് ജസ്റ്റ് ഞങ്ങളെ ടീച്ചേഴ്സിനെ ഒന്ന് ട്രെയിൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ 2-3 ദിവസം സ്റ്റുഡൻസിനെ ഒന്ന് ട്രെയിൻ ചെയ്ത് കൊടുത്താൽ ബാക്കി അവർ നോക്കിക്കോളാം. പിന്നെ വീക്ക്ലി വൺസോ അല്ലെ മന്ത്ലി വൺസോ വന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് അവരുടെ സൈഡിൽ നിന്ന്. നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടുന്ന് നിങ്ങൾക്ക് ഏറ്റവും ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ടുള്ള തോന്നിയ സംഭവം എന്താണ്? അച്ചീവ്മെന്റ് ആയിട്ട് തോന്നിയത് എന്താ വെച്ചാല് SSCS അറിയാലോ, IEEE ഓൾറെഡി നമ്മളിപ്പോ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്തു. നമുക്കിപ്പോ വേൾഡ് ലെവലിൽ തന്നെ 3rd പ്രൈസ് അടിച്ച് അതൊന്ന്. പക്ഷെ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ LLP ആയിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള അച്ചീവ്മെന്റ് പറയുന്നത്. പിന്നെ നമുക്ക് ഗ്രേറ്റ് ടീം നമ്മളെ കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുകയാണെങ്കിലും നമ്മളെ ടീം അവിടെ ഫൈനലിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതന്നെ മതിയല്ലോ നമുക്ക് ഔട്ട്പുട്ട്. നല്ല ടീം. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു മറക്കാനാവാത്ത അനുഭവങ്ങൾ, ഇപ്പൊ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒരു പരിപാടി നടത്തുമ്പോൾ എന്തായാലും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ളത്? നെഗറ്റീവ് ആയിട്ട് എന്താണെന്ന് വെച്ചാല് നമ്മളെ കൂടെ ഡിപ്ലോമയ്ക്ക് ഉണ്ടായിരുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞ കുറെ ആൾക്കാര് പോയിട്ടുണ്ട്, കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും നെഗറ്റീവായിട്ട് കാണുന്നില്ല. വരുന്നവര് കയറാം, പോകുന്നവർക്ക് പോവാം. നമ്മളെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനി എന്നുള്ള രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇനിയിപ്പോ നമ്മളെ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് മാറിയോണ്ട് തന്നെ അതിന്റെ സീരിയസ്നെസ്സിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവാം. കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ആരും വെറുതെ വർക്ക് ചെയ്യുന്നില്ല കമ്പനിയിൽ. അവർക്ക് പ്രോപ്പറായിട്ട് ഇപ്പൊ 2 ഇയർ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 2 ഇയറിന്റെ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോ കമ്പനിക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങി അവർക്ക് സാലറി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഒരു സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിക്കുമ്പോൾ അറിയാലോ ഒരു പോക്കറ്റ് മണി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗ്രേറ്റ് കാര്യല്ലേ. അപ്പോ ആ രീതിയിലേക്കാണ് നമ്മളിപ്പോ കൊണ്ടുപോകാൻ നോക്കുന്നത്. പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ അത് പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പം പറഞ്ഞല്ലോ കുറെ ആൾക്കാർ പോകുന്നുണ്ടല്ലേ. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ 3-4-5 കൊല്ലമായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ഡിപ്ലോമ പഠിച്ച സ്റ്റുഡൻസും ഉണ്ട്. ഇതിന്റെ ബാച്ചിൽ തന്നെ 5 ആൾക്കാർ ഇതിന്റെ കൂടെ തന്നെ ഇപ്പോഴും ഈ 18-നകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ തന്നെ ഉണ്ട്. അപ്പം അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ നിങ്ങളിപ്പോ സിപ്പ് ആൻഡ് പഫ് മൗസ് എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, അത് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് അതിന് പ്രൈസ് ഒക്കെ അടിച്ചായിരുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ IEEE SSCS രജിസ്റ്റർ അതിന്റെ ആയിരുന്നു അത്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നുമില്ല, നമ്മള് ഇങ്ങനൊരു പരിപാടി വേണമെന്ന് പറഞ്ഞ ഇവ വന്ന് അത് ഞാൻ അന്നേരം ചെന്നൈയിലായിരുന്നു വർക്ക് ചെയ്യുന്നു. അപ്പൊ വിളിച്ച് ഇങ്ങനത്തെ പരിപാടി ആക്കുന്നുണ്ട്, എന്തായാലും കോളേജിലേക്ക് തിരിച്ചു വരണം എന്നുള്ള മൈൻഡിൽ ബേസിക്കലി അതിന് വേണ്ടിട്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റേ അല്ല, ജസ്റ്റ് ചെയ്ത് നോക്കാവുന്ന രീതിയിൽ ചെയ്ത് അപ്പോഴാണ് ഈ ഒരു ഇവന്റ് കോമ്പറ്റീഷൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇത് ചെയ്ത് നോക്കുമ്പോഴാണ് പ്രസന്റേഷൻ ആള് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഫസ്റ്റ് ഉള്ള അഖിലേനും പിന്നെ ഇവനെ ഞാൻ വിളിച്ചു വരുത്തിയതാ. പിന്നെ അവിടെ ഇതാണ് അപ്പൊ തന്നെ വിളിച്ച് ഇവിടെ തന്നെ ജോയിൻ ചെയ്യിപ്പിച്ച് എക്സാം കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ജോയിൻ ചെയ്യിപ്പിച്ച് അങ്ങനെ അവിടെ വന്നതാണ്. ഇവൻ ഓൾറെഡി എക്സാം എഴുതി കഴിഞ്ഞതാണ്, പക്ഷെ കമ്പനിയിൽ ഇറങ്ങാനുള്ള ടൈമിന്റെ ഇഷ്യൂ ഉള്ളതിനെ കൊണ്ട് ലേറ്റ് ആയി. ലാസ്റ്റ് നിമിഷമാണ് പിന്നെ വീഡിയോ കാര്യങ്ങൾ കിട്ടുന്ന യാതൊരു ഉറപ്പില്ലായിരുന്നു. എന്തോ ഭാഗത്തിന് കിട്ടി. ആ പ്രൊജക്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ പ്രൊജക്ട്? ലൈക്ക് സാധാരണക്കാർക്ക് അത് ബേസിക്കലി പറഞ്ഞ കൈലാസിന്റെ ഐഡിയ ആണ്. സത്യം പറഞ്ഞ കൈലാസിന്റെ ഐഡിയ ആണ്. പക്ഷെ എനിക്ക് തോന്നിയത് എന്താ വെച്ചാല് നല്ലൊരു ഐഡിയ ആണ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ അറിയാലോ കുറെ കുട്ടികൾ ഇങ്ങനെ കൈ അനക്കാൻ പറ്റാതെ ഇപ്പൊ ആക്സിഡന്റിൽ പറ്റിയവർക്ക് അറിയാലോ. നമ്മളൊന്ന് ചിന്തിച്ചറിയാം, അവർ പെട്ടെന്നൊരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ആക്സിഡന്റ് പറ്റി, കൈ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് അവരൊരു പേയ്മെന്റ് ചെയ്യുന്നതാകുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബിസിനസ് ആണെങ്കിൽ അവരെ കുറെ പ്രൈവസിനെ ബാധിക്കുന്ന കുറെ ഇഷ്യൂസ് ഉണ്ടാവില്ലേ. സോ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ നമുക്കറിയാലോ അതിന്റെ എത്രത്തോളം ഒരു ഇതുണ്ടാവും എന്നുള്ളത്. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും ഒരാളെ ലൈഫിൽ. സോ ഇങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രൈവസി ഉണ്ടാവും.
മെയിൻലി ഇതൊരു വയർഡ് ഡിവൈസ് ആണ്. ഇതിൽ വേറെ സോഫ്റ്റ്വെയർസ് കാര്യങ്ങളില്ല, ആർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പൊ അവർക്ക് ഫോണിപ്പം ഫോണോ ലാപ്ടോപ്പോ എന്ത് വേണമെങ്കിലും നോർമലി യൂസ് ചെയ്യുന്ന പോലെ അവർക്ക് മൗത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അത് നല്ല ഐഡിയ ആയിട്ട് നമുക്ക് തോന്നി. പിന്നെ ഈ ഒരു ഇവന്റ് വന്നതിന് ശേഷം ഞങ്ങൾ കുറെ കോൺടാക്ട്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ടോ, പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു വയനാട്ടിൽ ഒരു ഹാക്കത്തോണും പങ്കെടുത്തു. അപ്പൊ അവരെ ഭാഗത്തുനിന്ന് അവർ സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞു. അവിടുന്ന് സെയിം ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് വയനാട് ഈ ഒരു സെയിം സാധനം വെച്ച് പോയപ്പോ. അതിന്റെ ശേഷം ഇപ്പൊ വയനാട്ടിൽ നിന്ന് ഒരു എന്റർപ്രണർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊരു KCBന്റെ ബില്ല് മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റം, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് സൈഡിൽ നിന്ന് ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോണ്ടാക്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് പ്രൊഡക്റ്റ് ആക്കി നമുക്ക് കുറെ കാര്യങ്ങൾ അതിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ അതിനോട് ഇപ്പൊ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വർക്ക് ആണെന്നുള്ളത് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുന്നു വിചാരിക്കുമല്ലേ. പിന്നെ വേറെ നിങ്ങളിപ്പോ പല പ്രൊജക്ടിനും അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഐ മീൻ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് മിനി പ്രൊജക്ട് അങ്ങനെയാണോ അതോ പുറത്തുനിന്ന് എടുക്കുന്നുണ്ടോ, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? പുറത്തുനിന്ന് എടുക്കുന്നത് ഞങ്ങള് മെയിൻലി പ്രൊജക്ട് മൊത്തമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങള് മൊത്തമായിട്ട് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് കൂടുതൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക എന്നുള്ള മൈൻഡാണ് നമുക്ക്. എന്താ വെച്ചാല് ഇപ്പൊ അറിയാലോ, ഇപ്പൊ ബിടെക് കുറെ ആൾക്കാര് നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, പുറത്തുനിന്ന് കുറെ ആൾക്കാർ പ്രൊജക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാല് ത്രൂ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അത് മസ്റ്റ് ആയിട്ട് ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. സോ അത് സ്വന്തമായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു ടീച്ചേഴ്സ് ചോദിക്കുന്ന ലെവലിലായിരിക്കും ഒരു കമ്പനി എന്നുള്ള ഒരു ടീം ചോദിക്കുക ചോദ്യം. അതെന്ന് വെച്ചാൽ അത്രയും ഡീപ്പായിട്ടുള്ള രീതിയിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ. സോ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു പ്രൊജക്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. സോ ഞങ്ങൾ മാക്സിമം അവരെ കൊണ്ട് തന്നെ അസിസ്റ്റ് ചെയ്ത് നമ്മളെടുത്തിരുത്തിയിട്ട് തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ് കൂടുതൽ ചെയ്യല്. പിന്നെ സ്കൂളത്തെ അതൊക്കെ നമ്മൾ അവിടെ പോയി ഇരുന്ന് പഠിപ്പിച്ചു കൊടുത്ത് ചെയ്ത് അവിടെ സ്റ്റുഡൻസ് ആണെങ്കിലും ഞങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ആ ഒരു ശാസ്ത്രമേളയിൽ അവർക്ക് ഫസ്റ്റ് പിന്നെ സെക്കൻഡ് പ്രൈസ് മേടിച്ച്. അപ്പൊ അവര് കൊല്ലം വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർക്ക് കുറച്ചുകൂടി സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പം ആദ്യമായിട്ടാണ് അവർ ഈ റോബോട്ടിക്സ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ 3 സ്റ്റുഡൻസിനാണ് ഞങ്ങൾ അന്ന് ക്ലാസ് എടുത്ത് കൊടുത്തത്. അപ്പം അവര് ഔട്ട്പുട്ട് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയതിനെ കൊണ്ട് തന്നെ കുറച്ച് സ്റ്റുഡൻസും കൂടി ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു വർഷത്തില് ആൻഡ് ഇപ്പൊ നമ്മളെ അടുത്ത് ഇന്നലെ നമ്മളെ ഫുട്ബോൾ ടൂർണമെന്റ് നടന്നില്ലേ, അപ്പൊ അതിന്റെ ട്രോഫി നിങ്ങളുടെ 3D പ്രിന്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതെങ്ങനെയായിരുന്നു, അതിന്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവന് ചില 3D പ്രിന്റിംഗിൽ ഭയങ്കര താല്പര്യ. അപ്പൊ കുറെ കാലമായിട്ട് റോഷിദാറുടെ അടുത്തും സിദ്ധാന്തത്തിന്റെ അടുത്തും പറയുന്നുണ്ട്. ഇത് നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അത് അപ്പൊ റോഷിദാർ സിദ്ധാന്തത്തിന്റെ അടുത്തും കുറെ കാലമായിട്ട് പറയുന്നത് സാറ് മീൻസും വാങ്ങിത്തരും നമുക്ക് അറിയാം. പക്ഷെ എക്സാം ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ബാക്കിൽ തന്നെ കുത്തിരുന്ന് പോകുന്നുള്ള അതിനോട് കുറച്ചു കാലം വാങ്ങി തന്നില്ലേനു. പിന്നെന്താ അറിയില്ല, ഈ അടുത്ത് പെട്ടെന്ന് സാറിന്റെ അടുത്തുനിന്ന് എമൗണ്ട് ഇട്ടിട്ടാണ് അത് വാങ്ങിക്കൊണ്ട തന്നെ നമ്മളെ ആഗ്രഹം കൊണ്ട്. സോ അതുള്ളതുകൊണ്ട് നമ്മൾ എത്രയോ പ്രൊജക്ട് ചെയ്ത് ഇവൻ തന്നെ ഇപ്പൊ ആ വേൾഡ് കപ്പ് ഉണ്ടല്ലേ, അതത്രയും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞത് അത് അവര് പറഞ്ഞതാണോ? അവര് ചോദിച്ചിരുന്നു. സോ നമ്മള് എന്ത് ചെയ്യാന്നുള്ള മൈൻഡ് ആയതുകൊണ്ട് ചെയ്തു. പിന്നെ നമ്മള് ഇപ്പോ എക്സ്പോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ നിങ്ങളുടെ, അതിന് നിങ്ങൾ ഒരുപാട് പ്രൊജക്ട്സും പിന്നെ ഒരുപാട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഓൺ ഗോയിങ് ആയിട്ടുള്ള പ്ലാൻസിന്റെ ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തായിരുന്നു? എക്സ്പോ ഇപ്പൊ മെയിൻ ആയിട്ട് ഞങ്ങളിപ്പോ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ ലീഡ് ചെയ്തിട്ട് അവർക്കൊരു പുതിയൊരു ഇതിലേക്ക് കൊണ്ടുവരാന്നുള്ള രീതിയിൽ എക്സ്പോനെ അങ്ങനെ സപ്പോർട്ട് ചെയ്തതാണ്. ഞങ്ങളെ ഫൈനലിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ ലോഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും സ്റ്റുഡൻസിനെ മെന്റർ ചെയ്തിട്ട് അവരെ ഒരു ഇതിലേക്ക് പുതിയൊരു ഫീൽഡിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഹൈഡ്രോപോണിക്സ് ഇത് ഞങ്ങളെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോപോണിക്സ് മൈക്രോവേവ്സ് ഒക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹൈഡ്രോപോണിക്സ് ഇപ്പൊ ഓൾറെഡി ഉണ്ടെന്ന് അറിയാലോ. നമ്മളിപ്പോ അതിൽ ഡിഫറെന്റ് ആയിട്ട് ഒരു വെർട്ടിക്കൽ ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടില് കൺവീനിയന്റ് ആയിട്ട് ഒരു മൂല വെക്കാൻ പറ്റുന്ന രീതിയിൽ അത് നമ്മൾ ഇതിൽ 3D പ്രിന്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തതാണ് സംഭവം. അപ്പോ അതും ഇപ്പൊ ഓൺഗോയിങ് ആണ്. അതിൽ കുറെ അപ്ഡേഷൻസ് കാര്യങ്ങൾ എന്താ വെച്ചാൽ വീടിന്റെ ഉള്ളിൽ വെക്കുമ്പോൾ ലൈറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ. എന്നുവെച്ചാൽ സൺലൈറ്റ് വേണമല്ലോ ഇത് നടക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് കുറെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പെക്ട്രൽ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നമ്മൾ എങ്ങനെ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള ഇതിലാണ് ടോട്ടലാണ് ഇപ്പോ അത് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് ഈ ഹൈഡ്രോപോണിക്സും മൈക്രോഗ്രീനും ഒക്കെ ഏകദേശം സെയിം സാധനം തന്നെയാണ്. മൈക്രോഗ്രീൻസ് ഏകദേശം 12 ദിവസത്തിനുള്ളിൽ വളർച്ചയുള്ള ഇതിനാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. ഹൈഡ്രോപോണിക്സ് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്ലാൻ, അതായത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ആ ഒരു ഇത് ഉണ്ടാക്കുന്നതാണ് ഹൈഡ്രോപോണിക്സിന്റെ ഇത്. ഹൈഡ്രോപോണിക്സ് കുക്ക് ചെയ്ത് കഴിക്കാന്നുള്ള ലെവലിലേക്ക് എത്തും. മൈക്രോഗ്രീൻസ് പറഞ്ഞാൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സാലഡ് അതുപോലെ അങ്ങനെ അല്ല പയർ അത് വന്നിട്ട് മൈക്രോഗ്രീൻസിൽ പെടില്ല, അത് വേറെ തന്നെ. അപ്പൊ ഈ ഇതിപ്പോ ഹൈഡ്രോപോണിക്സ് പറഞ്ഞത് വെള്ളത്തിലാണല്ലോ, അതെങ്ങനെ സാധാ വാട്ടറാണോ മിനറൽസ് ആഡ് ചെയ്യുന്ന?
നിങ്ങൾ തന്നെ നമ്മൾ തന്നെ നിങ്ങളുടെ ഫൈനൈറ്റ് റൂമിൽ ലാബ് സെറ്റപ്പിൽ സെറ്റപ്പിലുണ്ട്. അത് വന്നിട്ട് മിനറൽസ് ഒക്കെ ഓട്ടോമാറ്റിക് അതായത് ആയിട്ട് മണ്ണിന്റെ അകത്ത് കിട്ടുന്ന ന്യൂട്രിയൻസ് കാര്യങ്ങൾ വെള്ളത്തിന്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് അതിനെ കൊണ്ട് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല, കെമിക്കൽ കാര്യങ്ങളൊന്നുമല്ല, ന്യൂട്രിയൻസ് മാത്രമാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സോ നമ്മളെ മണ്ണിൽ വളരുന്നതിനാട്ടി ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും ആ മിനറൽസ് ഡയറക്റ്റ് വാട്ടർ ത്രൂ അതിന്റെ വേരിലേക്ക് എത്തുമ്പോൾ കിട്ടുക. സോ പക്ഷെ എല്ലാ മണ്ണിന്റെ അകത്ത് എല്ലാ സ്ഥലത്തും ഒരേ ന്യൂട്രിയൻസ് ആവുന്നില്ല. അപ്പം വെള്ളത്തിന്റെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഏരിയയിലേക്കും സ്പ്രെഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നുണ്ട്. ഹെൽത്തിനും നല്ലതാണ്. ഇതിപ്പോ ഓൺ ഗോയിങ് പ്രൊജക്ട് ആണ്. ഇതിനിപ്പോ എങ്ങനെയാ നിങ്ങളത് പുറത്തെത്തിക്കാൻ അഡ്വർടൈസ്മെന്റ് ഒക്കെ എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? എവിടെ വരെ വീട്ടിലേക്ക് എത്തിക്കുന്നത് അങ്ങനത്തെ രീതിക്കാണോ? ഇതെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ അതില് കുറച്ച് ലൈറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. സ്പെക്ട്രം ലൈറ്റ് വെച്ചാൽ എത്ര ദിവസം കൊണ്ട് ഗ്രോത്ത് കിട്ടും. നമുക്കിപ്പോ ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണല്ലോ ഇത്ര ദിവസം കൊണ്ട് കറക്റ്റ് ഗ്രോത്ത് കിട്ടും. അപ്പൊ സോ ഞങ്ങളെ ടീമിന് അതിന്റെ ട്രെയിനിങ് കൊടുക്കുക, പിന്നെ അതിന്റെ സർവീസ് കാര്യങ്ങൾ ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ അത് വളരുന്നുണ്ടോ, എത്ര ദിവസം കൊണ്ട് വളരും, കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ ഒരു പരസ്യം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഇപ്പൊ ഒരു ഡിലേ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വന്നിട്ട് ഇപ്പോ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതും സോ ടെസ്റ്റിംഗ് സ്റ്റേജിലാണ്. ഇപ്പൊ ഒരു ഫുഡ് ലെവലിലുള്ള സംഭവം ഇറക്കുമ്പോൾ നമ്മള് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യണം, ഗ്യാരണ്ടീഡ് ആയിരിക്കണം നമുക്ക്. സോ അതിന്റേതായ ഒരു ഡിലേ മാത്രമേ ഉള്ളൂ നമ്മളെ സൈഡിൽ നിന്നല്ലേ. ടെസ്റ്റിംഗ് ഉദ്ദേശിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇപ്പം ഉദ്ദേശം എന്താ വെച്ചാൽ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാന്നായിരുന്നു. ഇപ്പൊ കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ചെയ്ത് വെച്ച കിറ്റിനെ കൊടുക്കുകയാണെങ്കിൽ അവർക്കിപ്പം റീയൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വെള്ളം പാർന്ന് റീയൂസ് ചെയ്യാം. കട്ട് ചെയ്ത ശേഷം വെള്ളം പാർന്നിട്ട് കാര്യമില്ല. ഇപ്പം എടുത്ത് ഇപ്പം എല്ലാ ദിവസവും എല്ലാവരും ഫുൾ എടുക്കണമെന്നില്ലല്ലോ. ഇപ്പം ബാക്കി വരുന്നതിൽ വെള്ളം വെച്ചിട്ട് യൂസ് ചെയ്താൽ കട്ട് ചെയ്യുമ്പോൾ ഇത് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഡെലിവറി ചെയ്ത് കൊടുത്താൽ അവിടുന്ന് അവർക്ക് കസ്റ്റമേഴ്സിന് വാങ്ങുന്ന രീതിയിൽ വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോ ഈ ഫൈനൈറ്റ് ഇന്റലിജൻസും റോബോട്ടിക്സിലും അവിടെ നിന്ന് എങ്ങനെ ഈ മൈക്രോ ഗ്രീനിലേക്കുള്ള ഒരു ഐഡിയ ഒക്കെ എങ്ങനെ എത്തിയത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ കുറെ റീൽസ് കാര്യങ്ങള് സോഷ്യൽ മീഡിയ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ആഡ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൻ ഞങ്ങളോട് ചോദിക്കും ഇങ്ങനത്തെ സംഭവം. എന്താ വെച്ചാൽ ഇപ്പൊ അറിയാലോ, നമ്മളിപ്പോ ഡെയിലി ലൈഫില് കേരളത്തിൽ നോക്കി കഴിഞ്ഞാല് ആരും ഹെൽത്തി ഫുഡ് കഴിക്കുന്നില്ല. എന്ന് വെച്ചാല് ഫുൾ ടൈം കുഴിമന്തി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അല്ല പോലെ. സോ ഇങ്ങനത്തെ ഫുഡ് കഴിച്ചാല് നല്ല ഹെൽത്തിന് അത്രയും കാര്യങ്ങള് കിട്ടും. മിനറൽസ് കാര്യങ്ങൾ എന്താണെങ്കിലും അത് ത്രൂ നമുക്ക് ബോഡിയിലേക്ക് കിട്ടും. മാത്രമല്ല അതൊരു ചെറിയൊരു സാലഡ് ഉണ്ടാക്കി കഴിക്കാം, അതിന് പാടില്ല. പ്രൊജക്റ്റും ഇൻസ്റ്റാഗ്രാമും കൂടെ കിട്ടിയത് തന്നെയാണ്. അപ്പൊ അതിന് നമ്മളെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് എങ്ങനെ ലോ കോസ്റ്റ് ആ ഒരു രീതിയിൽ കൊടുക്കും. ലോ കോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് എങ്ങനെ മെയിന്റനൻസ് കാര്യങ്ങൾ വരുമ്പോ എത്ര ഓവർ കോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ വാങ്ങുക. ഈ ഒരു സാമ്പത്തിക അവസ്ഥ ഡിസേബിൾ ആയിട്ടുള്ളവർക്ക് അറിയാലോ. അതിപ്പോ കേരളത്തിൽ നോക്കിയാൽ അറിയാം, ഇങ്ങനെ ഒരു വയ്യാത്ത കുട്ടിയുള്ള വീടാണെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ അറിയാലോ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും. സോ ആ രീതിയിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നല്ലോ നമ്മള് ഇപ്പൊ ഇവിടെ ഓണത്തിന്റെ പരിപാടിക്കൊക്കെ നിങ്ങള് ഒരു ബോട്ടിന്റെ സംഭവം, പിന്നെ അതുപോലെ ഡ്രോൺസിന്റെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എങ്ങനെയായിരുന്നു? ലൈക്ക് അത് വെച്ചാൽ അതും ആ സമയത്ത് കുറച്ച് ട്രെൻഡിങ് സോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് തന്നെ കുറെ ഐഡിയാസ് അതിന്റെ ഒറ്റ എന്തോ ഒരു AI വീഡിയോ പോലെ എന്തോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളത് ഒരു പ്രൊഡക്റ്റ് അല്ല ഒരു പ്രാക്ടിക്കൽ മോഡലിലേക്ക് ചേഞ്ച് ആക്കി. AI വീഡിയോ എന്താണോ അത് നേരെ പ്രാക്ടിക്കലിലേക്ക് കൺവേർട്ട് ആക്കിയിട്ട് ഒരു പൂക്കളത്തിന്റെ ഉള്ളിൽ തോണി വല്ല സംഭവം സെറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ തുടങ്ങാൻ വിചാരിക്കുന്നുണ്ട്. അതായത് ഓണം വരുന്നതിന് മുന്നേ പ്രൊഡക്റ്റ് ആയിട്ട് സ്കൂൾസ് കാര്യങ്ങൾ അങ്ങനെ കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യാൻ വിചാരിക്കുന്നു. 3D പ്രിന്റ് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മള്. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ ടീമിലേക്ക് വന്നു. എനിക്കിപ്പോ അധികം ഈ റോബോട്ടിക്സിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ നിങ്ങളുടെ ടീമിലേക്ക് വരുമ്പോ എനിക്ക് എങ്ങനെയാണ് നിങ്ങൾ റോബോട്ടിക്സും IoT ഒക്കെ എന്താണ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഇപ്പോ നമ്മളെ ടീമിലേക്ക് വരുന്ന ആൾക്ക് നമുക്ക് വെച്ചാല് കുറെ സംഭവം അറിയണം എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. താല്പര്യം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഒരൊറ്റ മൈൻഡ്, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ IoT പറയാലോ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് വെച്ചാൽ ഈ IoT യൂസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഇപ്പോൾ ഉള്ള വെബ് ക്യാം വരെ നമുക്ക് IoT കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോമേഷൻ എന്നുവെച്ചാൽ ഒരു സ്വന്തം വീട്ടിലുള്ള ലൈറ്റ് വരെ നമ്മളൊരു എഞ്ചിനീയർ ആയിട്ട് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് പഠിച്ചിട്ട് എന്താ കാര്യം? സോ അങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്യാന്നുള്ള മൈൻഡിൽ ഇപ്പോ നീ വന്നു കഴിഞ്ഞാല് നമ്മൾ ആദ്യം ബേസിക് മുതൽ നിന്നെ അവിടെ ഇരുത്തിയിട്ട് നിനക്ക് പറ്റുന്ന സമയത്ത് വന്നിട്ട് ബേസിക് മുതൽ പഠിച്ചു വരുന്നുണ്ട്. ഇപ്പൊ കുറെ കുട്ടികൾ വന്ന് അവർക്കും ബേസിക് അറിയില്ല. സോ നമ്മളെ ടീമിനെ അവിടെ നിർത്തിയിട്ടുണ്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവര് ബേസിക് മുതൽ പഠിച്ചു വന്നിട്ട് അവരൊരു ടോപ്പ് ലെവലെത്തുമ്പോൾ നമ്മൾ അവരൊക്കെ ഒരു പ്രോജക്റ്റ് ചെയ്യും, സ്വന്തമായിട്ട് ചെയ്ത് തീർക്കും. അത് പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഇറക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഇറക്കും. കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ എടുത്തിട്ട് അങ്ങനെ എടുത്ത് ആറിന്റെ റിസർച്ച് കുറച്ച് നോളജ് കാര്യങ്ങളൊക്കെ അവർക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ഒരു ബേസ് തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് തന്നെയാണ് എടുത്തത്.
പിന്നെ അതേപോലെ തന്നെ 4-5 ആ റൂം ഓപ്പൺ ആണ്, ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. പുറമെ ഇത് സ്റ്റുഡൻസിന് വേണം അവിടെ നിന്ന് പ്രൊജക്ട് കാര്യങ്ങൾ ചെയ്യുക, അതിനുള്ള മെന്റേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇപ്പോഴും ഓൺഗോയിങ് ആയിട്ട് നടക്കുന്നുണ്ട്, അവിടെ തന്നെ വർക്ക് കാര്യങ്ങൾ ഇപ്പോഴും പിന്നെ നടക്കുന്നുണ്ട്. 4-5 എന്തായാലും കോളേജ് ഇരുന്നാലും മാക്സിമം സപ്പോർട്ട് നമ്മളെ സൈഡിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. റൂം ഓപ്പൺ ആയിരിക്കും എപ്പോഴും, ആർക്കും എപ്പം വേണം വരുന്ന ആ രീതിയിൽ എപ്പോഴും. സ്റ്റുഡന്റ് ആയിരിക്കുമ്പോ തന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയൊരു സംഭവമാണ്. പ്രത്യേകിച്ച് പിന്നെ റോഷിത് സാറെ പോലെ ഇത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചറെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും വലിയ കാര്യമാണ്. എനിവേ ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു. താങ്ക് യു.